എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് ഈ വിഷയത്തിൽ സംവദിക്കാനും നിങ്ങളോടൊത്ത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും നൽകിയ ഈ അവസരത്തിന് ഞാൻ വളരെയേറെ സന്തോഷപൂർവ്വം ഇതിൽ പങ്കെടുക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കോട്ടെ. ഈ വിഷയം എന്ന് പറയുന്നത് തോട്ടം ഉടമകളെ സംബന്ധിച്ച, അവരുടെ ഭൂമിയെ സംബന്ധിച്ച എന്താണ് നിയമപ്രശ്നങ്ങൾ, എന്തിനാണ് ഇത് ചർച്ചയ്ക്ക് വരുന്നത്, എന്തിനാണ് നമ്മൾ ഇത് അറിയണം എന്നുള്ള ഒരു ഞാൻ വാശി പിടിക്കുന്നത്. എല്ലാവരും ഇത് അറിയണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ട്. കാരണം ഭൂമി എന്ന് പറയുന്ന ഒരു സമ്പത്ത് ഈ കേരളത്തിൽ സംബന്ധിച്ച് കേരളത്തിൽ പിറന്ന ഓരോ പൗരനും വളരെ ഏറെ, ഇപ്പൊ നമ്മള് പൊന്ന് പറയുന്നുണ്ട്, ക്യാഷ് പറയുന്നുണ്ട്, പക്ഷെ ഒരു ഭൂമി നമുക്ക് സ്വന്തമായിട്ട് 1 സെന്റ് അല്ലെങ്കിൽ ഒരു 3 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് 1 ഏക്കർ നമുക്ക് സമ്പത്തായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ്, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എത്ര അധകൃതരായിട്ട് നിൽക്കുകയാണെങ്കിലും ഒരു സ്വന്തമായ ഒരു ഭൂമി ഒരു പൗരന് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു സ്ഥാനമാനങ്ങളും ലൈഫിനൊരു ജീവിതത്തിനൊരു സെക്യൂരിറ്റിയും പിന്നെ ആ കുടുംബത്തിന് നന്നാവാനുള്ള എല്ലാ സാഹചര്യവും സോഷ്യലി, കൾച്ചറലി, ഇക്കണോമിക്കലി അവിടെ നല്ല രീതിയിൽ നല്ല ജീവിത നിലവാരം പുലർത്താനും ആ കുടുംബത്തിന് സാധിക്കും. അപ്പോ സ്വർണമാണെങ്കിൽ അത് പെട്ടെന്ന് വിറ്റുപോകും, പെട്ടെന്ന് അത് പണയം വെക്കും, പെട്ടെന്ന് നമ്മൾ അത് പിന്നെ തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഒരു ഏക്കർ സ്ഥലം നമ്മുടെ വീട്ടില് നമ്മുടെ പേരിലുണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് വെക്കാം. വീട്ടിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും അവരുടേതായ രീതിയിൽ ജീവിത നിലവാരം ഉയർത്തിയെടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ സ്വത്തിനേക്കാളും ഭൂമി എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു സമ്പത്താണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് അധകൃതരായ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, ഒരു നല്ല വിഭാഗം എത്രയോ നാളുകളായി സമരങ്ങൾ നടത്തുന്നു. 1 സെന്റ് ഭൂമി സ്വന്തമായിട്ടില്ലാത്തവർ, ഭൂരഹിതർ ഒത്തിരി ഉണ്ടെന്ന് അതിന് നല്ലൊരു ശതമാനം നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഈ മണ്ണിൽ പിറന്നവരാണ്. എന്തുകൊണ്ട് അവർക്കൊരു ഭൂമി ഇല്ല, ഭൂമി നൽകുന്നില്ല? ആരാണ് ഇതിന് ഉത്തരവാദി? എന്തുകൊണ്ട് ഈ സർക്കാരുകൾ ഇത്രയും നല്ല വിപ്ലവങ്ങളൊക്കെ നടത്തി ഞാൻ കൊയ്യും, ഈ വയലുകളെല്ലാം നമ്മുടേതാവും പൈങ്കിളിയെ എന്ന് പറഞ്ഞ 1950s തുടങ്ങിയ ആ മുദ്രാവാക്യം ഇന്ന് വെറും ഒരു ജലരേഖയായിട്ട് മാറിയിരിക്കുക. അപ്പൊ നമ്മള് നിശ്ചയമായിട്ടും അറിയേണ്ട കുറെ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ എനിക്ക് വളരെയേറെ പ്രൗഢിയുണ്ട്, നല്ല സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ് ഞാൻ ഇപ്പോ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് നിങ്ങൾ അതിൻ്റെതായ നിയമപരമായ നടപടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അത് ഫലവത്താവുന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്കില്ല. കാരണം ഒത്തിരി പേരുടെ ജീവിതം എന്താ പറയാ, നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരിക. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ 14 ജില്ലകളുള്ള 3.5 കോടി ജനങ്ങളിൽ ഒരു നല്ല വിഭാഗം ഭൂരഹിതരാണ്, ദരിദ്രരാണ്, ആദിവാസികളാണ്, നല്ല എന്താ പറയാ ഒരു അഷ്ടിക്ക് വകയില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരാണ്. തോട്ടം തൊഴിലാളികളുടെ കാര്യം പറയേ വേണ്ട.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് നമ്മള് ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്നത്. തോട്ടം ഭൂമികൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഇടമായിരുന്നു. അവിടെ എന്തൊക്കെ നടക്കുന്നു, എത്ര ഭൂമിയുണ്ട്, എത്ര അളവുണ്ട്, എന്തൊക്കെയാണ് അവിടെ വിളകൾ ഉള്ളത്, ആരൊക്കെയാണ് ആ വിളകളൊക്കെ അനുഭവിക്കുന്നത്, എവിടൊക്കെയാണ് അതൊക്കെ പോകുന്നത്, സമ്പത്ത് എന്നുള്ള ഒരു വിവരവും ഒരു 2004 വരെ ആർക്കും അറിഞ്ഞൂടായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചത് വലിയ കമ്പനികളാണ്, ടാറ്റയാണ്, ഹാരിസൺ ആണ്, AVT ആണ്, എല്ലാവരും നല്ല രീതിയിൽ ഈ ക്യാഷ് ക്രോപ്സ്, അതായത് ടീ, റബ്ബർ, കോഫി, കാർഡമം, സ്പൈസസ് മുതലായ നാണയ വിളകൾ അത് അവര് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നു. ഒത്തിരി പേർക്ക് അവിടെ ജോലി ലഭിക്കുന്നു, ഒത്തിരി നല്ല ജീവിതങ്ങൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. തൊഴിലാളികൾ നല്ല രീതിയിൽ അവിടെ ഉണ്ട്, കുറെ തൊഴിലാളികൾക്ക് അവിടെ ജോലിയുണ്ട്. അതിന് തക്കതായ യൂണിയനുകളുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുടെയും നല്ല പങ്കുള്ള യൂണിയനുകളുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തൊഴിലാളികളെ നോക്കുന്നു. പിന്നെ നല്ല രീതിയിൽ ഈ തോട്ടങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. കുറെ അവര് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ട് അവർക്ക്. അതൊക്കെ നമുക്കൊരു നല്ല പ്രൗഢിയുള്ള ഒരു വിഭാഗമായിട്ടായിരുന്നു അതുവരെ എല്ലാവരും കരുതിയത്. പിന്നെ ആർക്കും അറിഞ്ഞൂടാ അതിന്റെ ഉള്ളുകളി എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടായിരുന്നു. 2004 കഴിഞ്ഞിട്ട് നിവേദിത പി ഹരൻ എന്ന് പറഞ്ഞ ഒരു റവന്യൂ സെക്രട്ടറിയുടെ കീഴില് ഒരു അന്വേഷണം വന്നു. അന്വേഷണം വരാനുള്ള ചെറിയ ഇതൊക്കെ വന്നിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ ഹാരിസൺ മലയാളം എന്ന ഒരു കമ്പനിയുടെ 8 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്, 8 ജില്ലകളിൽ. അപ്പൊ അവർക്ക് എങ്ങനെ ഭൂമി കിട്ടി? അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് 2005 കാലയളവില് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, ഈ KP യോഹന്നാന്റെ ഉടമസ്ഥതയിലുള്ള ട്രസ്റ്റ്, ഒരു 2263 ഏക്കർ ഭൂമി ഈ കോട്ടയം ജില്ലയില് എരുമേലി വില്ലേജുകളിൽ പിന്നെ മണിമല വില്ലേജുകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടം ഒരു ആധാരമാക്കി വാങ്ങുന്നു. ഉടമസ്ഥാവകാശം മൊത്തം എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ആ ഭൂമി ആ ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റ് ചെയർമാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം നല്ല രീതിയിൽ എല്ലാം നടക്കുന്നു. ഭൂമി മൊത്തം കൈമാറ്റം ആയി വരുന്ന ആ സാഹചര്യത്തില് ആർക്കോ ഇതിൽ സംശയം തോന്നി. കുറെ മാധ്യമ പ്രവർത്തകർ അതിൽ നല്ല രീതിയിൽ അത് റിസർച്ച് ചെയ്ത് അവര് പത്രങ്ങളിലൊക്കെ എഴുതാൻ തുടങ്ങി. ഈ ഭൂമി അനധികൃതമായിട്ട് കൈമാറ്റം ചെയ്ത ഭൂമിയാണ് എന്നുള്ള രീതിയിൽ കുറെ വാർത്തകൾ വന്നു. വാർത്തകൾ വന്ന ആ സാഹചര്യത്തില് ഇവർക്ക് സാധാരണ ഉടമസ്ഥാവകാശം, എനിക്കിപ്പോ ഒരു ആധാരം കിട്ടുകയാണെങ്കിൽ, ഒരു ഭൂമിയിൽ ഒരു അവകാശം കിട്ടുകയാണെങ്കിൽ, ഞാൻ നേരെ പോയി റവന്യൂ ഓഫീസിൽ പോയിട്ട് എന്റെ പേരിൽ നേരത്തെയുള്ള തണ്ടപ്പേർ എന്ന് പറയും, തണ്ടപ്പേരിൽ മ്യൂട്ടേഷൻ, അപ്പൊ നേരത്തെയുള്ള ഉടമസ്ഥന്റെ പേര് മാറ്റിയിട്ട് ഈ ആധാരപ്രകാരം ഞാനാണ് ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് മ്യൂട്ടേഷൻ ചെയ്യും, തണ്ടപ്പേര് മാറ്റും. പിന്നെ അന്ന് മുതല് ആ തണ്ടപ്പേര് മാറ്റി കഴിഞ്ഞാൽ റവന്യൂ റെക്കോർഡില് പിന്നെ കരം നൽകുന്നത് എന്റെ പേരിലായിരിക്കും. കരം രശീതിയൊക്കെ നൽകുന്നത് വില്ലേജ് ഓഫീസുകളിൽ, ബേസിക് ടാക്സ് രജിസ്റ്റർ. അപ്പൊ ആ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ നിന്ന് കരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്റെ പേരും വന്നു കഴിഞ്ഞാല് പിന്നെ അത് എന്റെ സ്വന്തം ഭൂമി ആയി മാറും. ആ സാഹചര്യത്തിൽ പിന്നെ എനിക്ക് ആ കംപ്ലീറ്റ് ഏരിയ എന്റെ സ്വന്തമാവും. എനിക്കത് ആയിട്ട് ക്രയവിക്രയം ചെയ്യാം, എനിക്ക് വിൽക്കാം, പിന്നെ അത് ഈട് വയ്ക്കാം, അതിൽ ലോൺ എടുക്കാം. ഒരു ഉടമസ്ഥൻ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ആ ഭൂമിയിൽ അവകാശം കിട്ടുന്നു. അപ്പൊ ഈ ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റ് അത് ഇതേ രീതിയിൽ പോയി ആ ഭൂമിയിലെ ഉടമസ്ഥാവകാശമൊക്കെ സ്ഥാപിച്ച് റവന്യൂ റെക്കോർഡുകളിൽ ഈ തണ്ടപ്പേര് മാറ്റി.
കരം സ്വീകരിക്കാനുള്ള സാഹചര്യം അവിടെ വന്നു. ആ സമയത്താണ് ഈ മാധ്യമ പ്രവർത്തകര് പറഞ്ഞത് ഇത് അനധികൃതമായ എന്തോ ഒരു വലിയ ഭൂമി പിന്നെ കൈമാറ്റമാണ്, അതില് നിയമസാധുത പരിശോധിക്കണം എന്നുള്ള വലിയ കോലാഹലങ്ങളൊക്കെ ആയി. ആ സമയത്ത് ഉള്ള ഈ റവന്യൂ അധികാരികള്, ഉദ്യോഗസ്ഥര്, അവർക്കും സംശയം തോന്നി. ആ തണ്ടപ്പേര് ആ തഹസിൽദാർ മൊത്തം ക്യാൻസൽ ചെയ്തു. ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയപ്പോ നേരെ ചൊവ്വെ ഒന്നും ഈ പറഞ്ഞ ആധാരങ്ങളിൽ കാണിച്ചിട്ടില്ല. എല്ലാ സർവേ ഇത് നമ്പറുകളും ഡോക്യുമെന്റും ഒക്കെ ഒന്ന് ഒരു പ്രൈമാഫീസി പരിശോധിച്ചപ്പോൾ ഇതൊരു വ്യാജമായി സൃഷ്ടിച്ച ഒരു ഡോക്യുമെന്റ് എന്ന രീതിയിൽ അവർക്ക് ഒരു ബോധം വന്നു. അങ്ങനെയാണ് അപ്പൊ കൈമാറ്റം ചെയ്തത് ഹാരിസൺ മലയാളമാണല്ലോ. അപ്പൊ ഹാരിസൺ മലയാളം ആവുമ്പോൾ 8 ജില്ലകളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. അതിന്റെ കൂടി നോക്കണം എന്നുള്ള ഒരു സാഹചര്യം അന്ന് വന്നു. അവര് ഗവൺമെന്റ് തന്നെ ഒരു ഉത്തരവിറക്കി. അങ്ങനെ ശ്രീമതി നിവേദിത പി ഹരന്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ്ലി റെക്കോർഡ്സ് ഈ റവന്യൂ അധികൃതർ ഈ ടീം പരിശോധിച്ച് നോക്കിയപ്പോ ഞെട്ടലായിരുന്നു എല്ലാവർക്കും. കാരണം ഓരോ രേഖയും നേരെ ചൊവ്വേ ഇല്ല. ഓരോ രേഖയിലും നേരെ ചൊവ്വേ ഇവർക്ക് അവകാശമില്ല. അങ്ങനെ പിന്നെ ജസ്റ്റിസ് എൽ മനോഹരൻ അത് നൽകി. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത് നല്ല സർക്കാർ ഭൂമിയായി നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് 8 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയാണ് ഹാരിസൺ മലയാളം ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് വളരെ എളുപ്പത്തിൽ നിയമനിർമ്മാണത്തിലൂടെ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞു അദ്ദേഹവും റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ ആ സമയത്ത് ഈ ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റിന്റെയും കുറച്ചൊരു ഭൂമി മാത്രമേ ഈ നിവേദിത പി ഹരൻ കണ്ടിരുന്നുള്ളൂ. പക്ഷെ പിന്നെയും 8 ജില്ലകളിലുള്ള എല്ലാ രേഖകളും പരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യം അവിടെ ഉയർന്നപ്പോ ഡോക്ടർ സജിത് ബാബു എന്ന് പറഞ്ഞ ഒരു നല്ല മിടുക്കനായ ഒരു ഓഫീസറിനെ ഈ ദൗത്യം ഏൽപ്പിച്ചു സർക്കാർ. അത് 2010 കാലയളവിലാണ്. അദ്ദേഹമാണെങ്കിൽ എല്ലാ ജില്ലകളിലും വളരെ എന്താ പറയാ, ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വമ്പന്മാര് ആ ഓഫീസറിനെ മൊത്തം വിഴുങ്ങും. പക്ഷെ വളരെ സത്യസന്ധതയോടെ അദ്ദേഹം 65 വില്ലേജുകളിൽ പോയി എല്ലാ രേഖകളും പരിശോധിച്ച് നല്ല ഒരു റിപ്പോർട്ട് 2010 സർക്കാരിന് സമർപ്പിച്ചു. മലയാളത്തിൽ എഴുതിയിട്ട് ഇന്ന ഭൂമി ഇന്ന തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പാണ്, വ്യാജമാണ്, രേഖകളെല്ലാം വ്യാജമാണ് എന്ന നല്ല രീതിയിൽ എല്ലാം പരിശോധിച്ച് ഇവരുടെ കയ്യിലുള്ളത് രേഖകൾ പ്രകാരം 57,000 ഏക്കർ എന്ന് അവർ പറയുന്നു. പക്ഷെ 76,000-ഓളം ഏക്കർ ഓൾറെഡി ഇവർ വിഴുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഒരു 10,000-10,000 ഏക്കർ അവര് വിറ്റു കാശ് ഉണ്ടാക്കി നല്ല രീതിയിൽ ഇവര് ഭൂമി കച്ചവടം നടത്തുന്നു എന്നുള്ള ഒരു പരമസത്യം അദ്ദേഹം വെളിപ്പെടുത്തി. നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരുടെ പേരിലാണ് ഈ ഭൂമി ഈ തണ്ടപ്പേരുകളൊക്കെ ഉള്ളതെന്ന്. നോക്കിയപ്പോ വിചിത്രം എന്ന് പറയട്ടെ, എല്ലാ രേഖകളും ചത്തുപോയ ലണ്ടൻ കമ്പനികളുടെ പേരാണ് ഈ തണ്ടപ്പേരുകൾ. ആ പേരിലാണ് ഈ ഹാരിസൺ മലയാളം എന്ന് പറയുന്ന കമ്പനി ടാക്സ് അടയ്ക്കുന്നത്, അതൊക്കെ സ്വീകരിക്കുന്നു. എല്ലാ അതോറിറ്റീസും ഒന്നും കമ്മാനൊരക്ഷരം അവർക്കെതിരെ മിണ്ടൂല. അങ്ങനെയുള്ള നല്ല എന്താ പറയാ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ആ റിപ്പോർട്ട് സജിത് ബാബു 2010 സമർപ്പിച്ചു കഴിഞ്ഞപ്പോ അന്നത്തെ ഭരണകൂടം ശരിക്കും പറഞ്ഞാൽ വേർത്തുപോയി. ഇത് പുറത്തെടുക്കരുത്, നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ അത് ഒന്നും മിണ്ടാതെ അങ്ങനെ പൂഴ്ത്തി വെച്ചു. എന്തോ ഒരു നിയോഗം എന്ന് പറയട്ടെ, 2011
ജൂലൈയിൽ ഭരണം മാറി ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ മറ്റേ റവന്യൂ മന്ത്രിയായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പീഡർ റവന്യൂ എന്നുള്ള പ്രത്യേക തസ്തിക വരെ ആ ഗവൺമെന്റ് ഉണ്ടാക്കി എന്നെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തു. ഞാനത് വന്ന ഉടനെ ഈ ഫയലുകൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആ സമയത്ത് ഈ പറഞ്ഞ സജിത് ബാബു ഓഫീസറും നിവേദിത പി റവന്യൂ സെക്രട്ടറി ആയിരുന്നു. അവരും വിളിച്ചു പറഞ്ഞു, സുശീല മാഡം, ദിസ് ഈസ് വെരി സീരിയസ്. ഇവർ കുറെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഈ ഭൂമിയിൽ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ കുറെ പ്രവർത്തിച്ചതാണ് ഇതിന് പുറകെ. പക്ഷെ അതൊക്കെ പൂഴ്ത്തി വെച്ചിരുന്നു. അത് ഒന്നും ആരും പുറത്തെടുക്കുന്നില്ല. മീഡിയ ഒന്നും പറയണില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സീരിയസ് ടോക്ക് നടത്തി. ഞാനും ആ ഫയലുകളെല്ലാം വായിച്ചു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കണ്ണ് തള്ളിപ്പോയി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു സങ്കടമായി. എത്രത്തോളം നമ്മളെ ഈ ഫ്രോഡ് കമ്പനി മൊത്തം ഭൂമി കൈവശം വെച്ച് നമ്മുടെ ജനങ്ങളെല്ലാം വഞ്ചിച്ചിരിക്കുന്നു. വിദേശികളുടെ പേരിൽ കരമടിക്കുന്നു. വിദേശികൾക്ക് ഈ ഭൂമിയിൽ എല്ലാം അവകാശമുണ്ടെന്ന് ഷെയർ വഴി ലണ്ടൻ കമ്പനിയിലുള്ള ഒരു മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്കും അതിൽ ഷെയർ ഉണ്ട്. ഇവരുടെ ഈ ആനുവൽ റെക്കോർഡൊക്കെ നോക്കിയപ്പോൾ. അപ്പൊ അന്നും ഈ ഭൂമിയിൽ ഒരു നല്ല ഉടമസ്ഥാവകാശം ഈ ലണ്ടൻ കമ്പനി കൈവശപ്പെടുത്തി ഇതിൽ നിന്ന് സമ്പത്തൊക്കെ ഇങ്ങനെ വിഴുങ്ങുന്നു. ഇവരാണെങ്കിൽ വെറും ബിനാമികളെ പോലെയാണ് ഈ സായിപ്പിന് വേണ്ടി ഇവിടെ കുടിയിരിക്കുന്നത്, ഈ മൊത്തം 8 ജില്ലകളിൽ. ആ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്രയും ജനങ്ങൾ ഇവിടെ ആ സമയത്താണ് ഈ ചേങ്ങര സമരം, അരിപ്പ സമരം, പിന്നെ മുത്തങ്ങ സമരം ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കളിക്കുമ്പോഴാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സ്വയം ആത്മാഹുതി വരെ ചെയ്യാനുള്ള സാഹചര്യത്തിലാണ് ഈ സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ നമ്മൾ കണ്ണും പൂട്ടിയിരിക്കാൻ പറ്റുമോ? ഈ സായിപ്പിനെ നമ്മൾ ഈ ഉടമസ്ഥാവകാശം അംഗീകരിച്ച് അവരാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതായിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഹൈക്കോടതിയിലൂടെ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു. മൊത്തം തട്ടിപ്പാണ്, ഇവരുടെ എല്ലാം തട്ടിപ്പാണ്. ഭൂമി നമുക്ക് അവകാശപ്പെട്ടതാണ്, സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഈ കണ്ടെത്തലുകളുടെ ബലത്തിലായിരുന്നു ഞാൻ പിന്നെ അവിടെ തുടങ്ങി. ഹൈക്കോടതിയിൽ ഈ നിയമയുദ്ധം തുടങ്ങി. നിയമയുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞാല് അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു തിമിംഗലത്തിന്റെ മുമ്പില് ഞാൻ വെറും എന്താ പറയുക, ഒരു പരൽ മീന് പോലെയാണ് അവർക്ക്. അവരുടെ ഹൈക്കോടതിയിലുള്ള മൊത്തം വൻ വക്കീലന്മാര് ഒക്കെ ഇവർക്ക് വേണ്ടി ഉടനീളം നല്ല ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവര് എന്ത് പറഞ്ഞാലും, ഹൈക്കോടതിയിൽ നല്ല സീനിയർ വക്കീലന്മാരാണ്, അവർ എന്ത് പറഞ്ഞാലും ഈ വേദവാക്യം പോലെ, ഗോസ്പൽ ട്രൂത്ത് പോലെയാണ് കോടതികൾ അംഗീകരിക്കുക. ഞാൻ അവിടെ മുമ്പിൽ പറഞ്ഞു ഇവര് തട്ടിപ്പാണ്, വെട്ടിപ്പാണ് പറഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കും. ആ രീതിയിലുള്ള സാഹചര്യമാണ് അവിടെ. ഒന്നും പറയാൻ പറ്റില്ല, വാ തുറക്കാൻ പറ്റില്ല. എന്നിരുന്നാലും സത്യത്തിനൊരു വിലയുണ്ടല്ലോ. ഞാൻ വളരെയേറെ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഓഫീസർമാരെ എത്ര കഷ്ടതകൾ അനുഭവിച്ചോ അതിന്റെ ഒരു 10 ഇരട്ടി എന്ന് പറയാം കഷ്ടത. എനിക്ക് കുറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എല്ലാ സാഹചര്യങ്ങളും ഞാൻ കോടതിയിൽ നിരത്തി വന്നപ്പോഴാണ് കോടതിക്ക് ബോധ്യം വന്നു. ഒരു ഡിവിഷൻ ബെഞ്ച്, അവർക്കും ഒന്നുമില്ലെങ്കിൽ ഒരു കോൺസെൻസ് ഉണ്ടല്ലോ, ജുഡീഷ്യൽ കോൺസെൻസ് എന്ന് പറയും ജഡ്ജിമാർക്ക്. അവര് ഒരു ഡിവിഷൻ ബെഞ്ച് 2013
സർക്കാരിന് അങ്ങനെ പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഈ ഭൂമി സർക്കാരിന്റെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്നുള്ള രീതിയിൽ ഒരു വിധി വന്നു. ആ വിധിയുടെ ബലത്തിലാണ് രാജമാണിക്യം എന്ന IAS ഓഫീസർ, നല്ല സത്യസന്ധനായ ഒരു IAS ഓഫീസറിനെ സർക്കാർ തലത്തിൽ നിന്ന് നിയമിക്കുന്നത്. ഈ ഭൂമി പരിശോധിച്ച്, കാരണം അവർക്കൊരു അവസരം കൊടുക്കണം. വെറുതെ നമുക്കൊന്നും പോയി എടുക്കാൻ പറ്റില്ല. ഏത് ഭൂമിയാണെങ്കിലും സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു അവസരമുണ്ട്. അവർക്ക് അവരുടേതായ നിഗമനം, പിന്നെ അവരുടേതായ നിലനിൽപ്പ് എന്താണെന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് കഴിഞ്ഞാലേ ഒരു ഓഫീസറിന് അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാജമാണിക്യം IAS സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കപ്പെട്ടു. സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കപ്പെട്ടപ്പോ ഈ പറഞ്ഞ ഇവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഹാജരാക്കാൻ ഇവർക്ക് നോട്ടീസ് കൊടുത്തു. ഓരോ സ്റ്റെപ്പിലും അവർ ഹൈക്കോടതിയിൽ വരും. എന്ത് വന്നാലും അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് അവര് ഹൈക്കോടതിയിൽ വരും. ജസ്റ്റ് ഒന്ന് സ്പെഷ്യൽ ഓഫീസർ തുമ്മിയാൽ അപ്പൊ തന്നെ ആ തുമ്മൽ ചാലഞ്ച് ചെയ്യും, എന്നിട്ട് സ്റ്റേ മേടിക്കും. അതാണ് അവരുടെ യൂഷ്വൽ എന്താ പറയാ, അവരുടെ നടപടികൾ അങ്ങനെയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റേ പിന്നെ എന്തെങ്കിലും ഓഫീസർ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്തിട്ട് അപ്പൊ തന്നെ കോടതിയെ ലക്ഷ്യം. ആ ഓഫീസറെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, പിന്നെ ആരും അതിൽ കൈ കടത്തൂല. ആ കേസ് പിന്നെ ഒരു 10 വർഷം അവിടെ നിൽക്കും. അതൊരു രീതിയാണ് അവിടത്തെ. ഇതൊക്കെ ഞാൻ റെക്കോർഡുകൾ വെച്ച് പറയുന്നതാണ്. ഒരു സത്യവും അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല. കാരണം അവിടെ നടന്നിരുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ കേസുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഇവർ വന്നു. രാജമാണിക്യം റിപ്പോർട്ട്, രാജമാണിക്യത്തിനെ അപ്പോയിന്റ് ചെയ്തത് തന്നെ ഹൈക്കോടതിയുടെ വിധിയുടെ ബലത്തിലാണ് ചെയ്തത്. എന്നിട്ടും അത് ചാലഞ്ച് ചെയ്തു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർക്കെതിരെ എനിക്ക് നടപടികൾ, സർക്കാർ സത്യവാങ്മൂലങ്ങളിലൂടെ നല്ല രീതിയിൽ കേസുകൾ പറയാൻ പറ്റി. എന്നിട്ട് ഈ രാജമാണിക്യം IASന് ഈ ഭൂമി 38,000, 4 ജില്ലകൾ, കാരണം ഇദ്ദേഹത്തിന് മൊത്തം ഭൂമി എടുക്കാനുള്ള സാഹചര്യമില്ല. ആദ്യം ഇദ്ദേഹം ഒരു ഡോക്യുമെന്റ് ഉണ്ട്, RT 1623 എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. 1600/1923 ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് 25,000 ഏക്കറാണ് ഒറ്റ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. 4 ജില്ലകളിൽ ഉൾപ്പെട്ട, അതായത് പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ഇടുക്കി, ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന 38,000 ഏക്കർ. പിന്നെ ആ ഡോക്യുമെന്റിന്റെ ബലത്തില് കൈമാറ്റം ചെയ്ത 3-4 എസ്റ്റേറ്റുകളുണ്ട്. റിയ എസ്റ്റേറ്റ്, ബോയ്സ് എസ്റ്റേറ്റ്, അമ്പനാട് എസ്റ്റേറ്റ്, പിന്നെ ഈ 2005 ചെറുവള്ളി എസ്റ്റേറ്റ്. എല്ലാം കൂടിയിട്ടുള്ള ഒറ്റ നടപടിയിലൂടെ ഇദ്ദേഹം എല്ലാവർക്കും നോട്ടീസ് നൽകി. അവർക്ക് അവരുടേതായ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അവർക്ക് അത് വേണം, ഇത് ഹാജരാക്കണം, ഇത് ഹാജരാക്കണം, എല്ലാ ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തു. എന്നിട്ട് അവസാനം ഇദ്ദേഹം ഉത്തരവുകൾ, അതായത് ലാൻഡ് കൺസർവൻസി ആക്ട്, കാരണം സർക്കാർ ഭൂമി കയ്യേറിയാൽ ഉടനെ ഭൂസംരക്ഷണ നിയമം, ലാൻഡ് കൺസർവൻസി ആക്ട് ആണ് ആപ്ലിക്കബിൾ ആവുക. ആ ലാൻഡ് കൺസർവൻസി ആക്ടില് കളക്ടർക്ക് പവർ ഉണ്ട്. നമ്മൾ ഇപ്പോ മൂന്നാറിലൊക്കെ നടന്ന കയ്യേറ്റ ഭൂമിക്കെതിരെ നടന്ന നടപടികൾ ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക നിയമത്തിന്റെ ബലത്തിലാണ് ഒരു ഓഫീസർ, കളക്ടർ ആ സർക്കാർ ഭൂമി സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രൈം ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഈ നടപടികൾ നടത്തുക. അപ്പൊ ഉടനെ അവരെ എവിക്ട് ചെയ്തും ആ സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ നടപടിയെടുത്തിട്ട്, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് നടപടിയെടുത്തിട്ട് പെട്ടെന്ന് ആ ഭൂമി സർക്കാരിൻ്റെതായിട്ട് ഉത്തരവിറക്കും. എന്നിട്ട് അതിൽ ഉൾപ്പെട്ട ചമയങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ എന്തൊക്കെയുണ്ടാവും അത് സർക്കാരിൻ്റെതാവും. വേണമെങ്കിൽ അത് ഇപ്പൊ പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒത്തിരി പവർ ഈ കളക്ടർക്ക്. അങ്ങനെയാണ് നമ്മൾ അന്ന്
VS അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഒരു ടാസ്ക് ഫോഴ്സ്, സുരേഷ് കുമാർ IAS ഒക്കെ വന്നിട്ട് അവിടെ കുറെ നമ്മൾ കണ്ടതാണ്. ഈ JCB ഒക്കെ വന്ന് ഇടിച്ച് താഴെയിടുന്നത്, അതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള നടപടികളും ആയിട്ട് നമ്മുടെ രാജമാണിക്യം IAS മുന്നോട്ട് പോയി 38,000 ഏക്കർ എല്ലാ രേഖകളും പരിശോധിച്ച് 4 ജില്ലകളിലുള്ള ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ്, ബോയ്സ് എസ്റ്റേറ്റ്, പിന്നെ റിയ എസ്റ്റേറ്റ്, പിന്നെ അമ്പനാട് എസ്റ്റേറ്റ് ഉൾപ്പെടെ ബാക്കിയുള്ള ചെറിയ ചെറിയ കുറെ കൈമാറ്റം ചെയ്ത ഭൂമികൾ എല്ലാം കൂടി ഒരു 38,000 ഏക്കർ സർക്കാർ ഭൂമിയാണെന്ന് സ്ഥാപിച്ച് വലിയ രീതിയിൽ എല്ലാ എന്താ പറയാ ഇഴകീറി നല്ല രീതിയിൽ റെക്കോർഡുകളെല്ലാം പരിശോധിച്ച് അദ്ദേഹം ഇത് സർക്കാർ ഭൂമിയാണ്, ഞാൻ ഇത് ഏറ്റെടുക്കുന്നു, ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ചമയങ്ങളും സർക്കാരിൻ്റെതാണ്, അത് ഞാൻ കണ്ടുകെട്ടുന്നു എന്ന് പറഞ്ഞു ഉത്തരവിറക്കി. ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം അദ്ദേഹത്തിന് പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്തു. അതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അവർ വന്നു ഹൈക്കോടതിയിൽ ഉടനെ വരും. ഹൈക്കോടതി വന്നപ്പോൾ ഞാനാണ് അന്ന് എപ്പിയർ ചെയ്യണത്. ഹൈക്കോടതിയിൽ അവർക്ക് നല്ല ക്ലീൻ ആയിട്ട് അവിടെ സ്റ്റേ മേടിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ഈ ഭൂമി മരങ്ങൾ വെട്ടരുത്, ഈ ഭൂമിയിലുള്ള ചമയങ്ങൾ ഈട് വെക്കരുത്, ഈ ഭൂമി ഈട് വെക്കരുത്, കൈമാറ്റം ചെയ്യരുത്, പിന്നെ ഉടമസ്ഥാവകാശം എന്ന നിലയിൽ ഒരു പ്രവൃത്തിയും അവിടെ ചെയ്യരുത് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഹൈക്കോടതി ഇനി മുന്നോട്ട് ഇവരെ ഈ ഏറ്റെടുക്കൽ നടപടിയായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു താൽക്കാലിക സ്റ്റേ അവിടെ വന്നു. അത് 2015 കാലയളവിലാണ്. 2016 കാലയളവിൽ 1 വർഷം അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് പിന്നെ അവർക്ക് നിലനിൽപ്പില്ല, അവർക്ക് ഈട് വെക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ കരം അടയ്ക്കാൻ പറ്റുന്നില്ല, ഉടമസ്ഥാവകാശം എന്ന നിലയിൽ അവർക്ക് ആ ഭൂമി കൈയാളാൻ പറ്റുന്നില്ല. സാധാരണ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് നല്ല ക്ഷീണം വന്നു. അപ്പൊ അവർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു സാഹചര്യം വന്നു. ഞാനും തയ്യാറായി. അങ്ങനെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV ആഷയുടെ മുമ്പിൽ ഈ കേസ് 2015 കാലയളവിൽ കേൾക്കാൻ വേണ്ടി എടുത്തു. ഫൈനൽ ഹിയറിങ്ങിന് ഞാൻ അഡ്വക്കേറ്റ്, നല്ല ഈ കേസ് പറയുന്ന നല്ല പേരുള്ള അത് ഉത്തരവായി 2015 ജസ്റ്റിസ് ആഷ ഒരു സിംഗിൾ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ഭൂമി ഈ 38,000 ഏക്കർ ആണല്ലോ അന്ന് എടുത്തത്, ഈ IAS ഓഫീസർ ഏറ്റെടുത്തത് ശരിയാണ്, ഇത് മൊത്തം സർക്കാർ ഭൂമിയാണ്, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്, ഈ മൊത്തം ഇവര് പറഞ്ഞിരിക്കുന്ന അവരുടെ രേഖകൾ വ്യാജമാണ്, അവർ പറയുന്ന നിയമ പ്രശ്നങ്ങൾ ഫെറ നിയമം ലംഘിച്ചിട്ടുണ്ട്, എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടുണ്ട്, ഫ്രോഡ് വെച്ചിട്ടാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്, എല്ലാം ഈ രാജമാണിക്യം എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ശരിയാണെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു. പക്ഷെ സിംഗിൾ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇവർ കൈയാളിയിരിക്കുന്ന ഈ ഭൂമിയിൽ എത്രയോ വിധികൾ വന്നിട്ടുണ്ട്. ഇവരുടെ ഭൂമിയാണെന്നുള്ള രീതിയിൽ വിധികളൊക്കെ വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതി വിധിയുണ്ട്, അതുണ്ട്. കാരണം ഇവർ ഓരോ സ്റ്റെപ്പിലും നല്ല വിധികൾ സമ്പാദിക്കും ഫ്രോഡ് വെച്ചിട്ട്. ആരും അത് സർക്കാർ തലത്തിൽ ആരും ഒന്നും പറയില്ല, കാരണം ആർക്കും അറിഞ്ഞൂടാ.
കോടതിക്കും അറിഞ്ഞൂടാ. ഇവിടെ നന്നായിട്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നന്നായിട്ട് പൂഴ്ത്തി വെച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ അവകാശികൾ എന്ന രീതിയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ഒത്തിരി വിധികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവരെന്ത് ചെയ്തു? അത് ഡിവിഷൻ ബെഞ്ചിലോട്ട് റെഫർ ചെയ്യുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻ ഓഫ് ലോ, കുറെ നിയമപ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് അത് ഡിവിഷൻ ബെഞ്ച് വിധിച്ചോട്ടെ, ഡിവിഷൻ ബെഞ്ച് ഇത് കൺസിഡർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ 2015 ഡിവിഷൻ ബെഞ്ചിലോട്ട്, ഹയർ ബെഞ്ചിലോട്ട് അത് മാറ്റി. ഇതൊക്കെ അവർ കണ്ടുപിടിച്ചു. അവരൊക്കെ ഇത് റവന്യൂ ഉദ്യോഗസ്ഥർ ചെയ്ത എല്ലാ അധികാരവും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വിധിക്കുകയും കണ്ടെത്തലുകൾ നടത്തിയും ആ ഓർഡറിൽ എല്ലാം പറഞ്ഞിട്ട് റെഫർ ചെയ്തു. ആ സാഹചര്യത്തിലാണ് പുതിയ ഗവൺമെന്റ് വരുന്നത്. 2016 മെയ് പിണറായി സർക്കാർ ഏറ്റെടുത്തു. ഉടനെ എന്ത് ചെയ്തു? ഈ ഭൂമി കേസുകൾ, ഇതിന്റെ കൂട്ടത്തില് വേറെ ഒത്തിരി ഭൂമി കേസുകളുണ്ട്. ഇതിപ്പോ ഹാരിസന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതേ രീതിയിൽ ടാറ്റയുടെ കേസും മുന്നോട്ട് പോയിട്ടുണ്ട്. ടാറ്റ മൊത്തം ഫ്രോഡിലൂടെയാണ്, ഫ്രോഡ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഈ മൊത്തം മൂന്നാർ ഭൂമി കൈയാളിയത് എന്നുള്ള അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ട രേഖകളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അതും അവിടെയുണ്ട്. ഈ ഭൂമി പ്രശ്നങ്ങളുള്ള എല്ലാ വൻ കേസുകളെല്ലാം ഇങ്ങനെ നിർണായക ഘട്ടത്തിലുള്ളപ്പോഴാണ് പെട്ടെന്ന് എന്നെ മാറ്റി. ഇത്രയും പടുത്തുയർത്തിയ കേസുകളൊക്കെ പെട്ടെന്ന് വെള്ളത്തിലായതുപോലെയായി. കാരണം അത് അവർ ആഗ്രഹിച്ചതാണ്. അവർക്ക് ഞാനൊരു കണ്ണിലെ കരടായി മാറി. പക്ഷെ എന്നെ മാറ്റി പുതിയ ഗവൺമെന്റ് ലീഡർമാരെയൊക്കെ, അതില് ശരിക്കും പറഞ്ഞാൽ സാധാരണ നടക്കുന്ന ഒരു നടപടിയാണിത്. അതില് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു സർക്കാർ മാറിയ പുതിയ ഗവൺമെന്റ് ലീഡർമാർ വരും, എല്ലാ പുതിയ ആൾക്കാർ വരും. അതൊക്കെ അവരുടെ പോളിസി അനുസരിച്ച് അവർ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഹൈക്കോടതിയിലും അതുപോലെയാണ്. അപ്പൊ അതിലാർക്കും കുറ്റം, സുശീലാ ഭട്ടിനെ എന്തിനു മാറ്റിയെന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അവിടെ അതുവരെ നടന്ന എല്ലാ സർക്കാർ ഭൂമിയെ സംബന്ധിച്ച എല്ലാ നമ്മൾ പടുത്തുയർത്തിയ ഇത് ഭൂമി നമുക്ക് കിട്ടുമെന്നുള്ള ആ സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് വന്നപ്പോ എല്ലാം അട്ടിമറിക്കപ്പെട്ടു. പിന്നെയാണ് മനസ്സിലായത് ഇത് ഇവരുടെ സ്വാധീനം വളരെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ മനസ്സിലായത് ഈ രാജമാണിക്യം റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് വിധിയും പ്രത്യക്ഷമായി തള്ളിയിട്ട് നിയമവകുപ്പ് സെക്രട്ടറി ഒരു റിപ്പോർട്ട് നൽകുന്നു. ഇതെല്ലാം ഇവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ഈ രാജമാണിക്യം വെറുതെ എന്തൊക്കെയോ കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചെയ്തത് ഒട്ടും ശരിയല്ല. പിന്നെ ഈ ഡിവിഷൻ സിംഗിൾ ബെഞ്ച് വിധി പോലും അതിൽ പരാമർശിക്കുന്നില്ല. ഒരു നിയമവകുപ്പ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ജില്ലാ ജഡ്ജിയുടെ സ്ഥാനത്തിരിക്കേണ്ട ആളാണ്. അദ്ദേഹം ഒരു സിംഗിൾ ബെഞ്ച് വിധി ശരിയല്ല എന്ന് പറഞ്ഞ് ഇവിടെ വിധി എഴുതുകയാണ്. സാധാരണ അങ്ങനെ ചെയ്യുന്നത് അപ്പീലിലെ ഹയർ ബെഞ്ചാണ് അങ്ങനെ എഴുതാനുള്ള പവർ ഉള്ളൂ. പക്ഷെ ഒരു നിയമവകുപ്പ് സെക്രട്ടറി ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ ഇരുന്ന് പറയുന്നു ഈ വിധി ശരിയല്ല, രാജമാണിക്യം ചെയ്തത് ഒട്ടും ശരിയല്ല, 38,000 ഏക്കർ ഏറ്റെടുത്തത് ഒട്ടും ശരിയല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൽ നിന്ന് മനസ്സിലായി ഈ സർക്കാർ ഈ കേസുകൾ യാതൊരു വിധത്തിലും ജയിക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ ഇത് അതുവരെ നടന്ന ഇടപെടലുകൾ എല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലായിരുന്നു പിന്നെയുള്ള എല്ലാ നടപടികളും. കംപ്ലീറ്റ്ലി ടോപ്സി ടർവി ആയി. പിന്നെ ആ കേസുകൾ നേരെ ചൊവ്വേ നടത്താൻ പോലും സാധാരണ ഗവൺമെന്റ് ലീഡർമാർക്ക് ഈ കേസുകൾ പഠിച്ചെടുക്കാൻ തന്നെ ഒരു 5-6 മാസം എടുക്കും. കാരണം അത്ര വലിയ വലിയ ഫയലുകളാണ്. ഇവരാണെങ്കിൽ ഇവർക്ക് ഇഷ്ടം പോലെ നല്ല ഒരു ഫീൽഡ്, ആരും ഒപ്പോസിഷൻ ഇല്ലാത്ത ഒരു ഫീൽഡ് പോലെ ഇവർക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടി. പിന്നെയും കുറെ ഇങ്ങനെ ഇതൊക്കെ വന്നു. കേസ് നേരെ ചൊവ്വേ അവിടെ സർക്കാർ ഭാഗം വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ.
അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യം എന്ന് പറയട്ടെ, വിധി സർക്കാരിന്, ഡിവിഷൻ ബെഞ്ചിലെ വിധി സർക്കാരിന് തിരിച്ചടിയായി. രാജമാണിക്യം ഏറ്റെടുത്ത എല്ലാ നടപടികളും അദ്ദേഹത്തിന്റെ പവറിൽ ഒതുങ്ങുന്നതല്ല, ജൂറിസ്ഡിക്ഷൻ ഇല്ല, അദ്ദേഹത്തിന് പവർ ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് റദ്ദാക്കി. ഏറ്റെടുത്ത എല്ലാം റദ്ദാക്കി. പക്ഷേ എന്നിരുന്നാലും ഈ ഫ്രോഡൊക്കെ പറഞ്ഞ എല്ലാ രേഖകളും വ്യാജമാണ് എന്ന് വരുത്തി തീർത്ത എല്ലാ കാര്യങ്ങളും, അവിടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ വസ്തുതകളും എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് കോടതിക്ക് ഒരു കോൺഷ്യൻസ് ഉണ്ടല്ലോ. കോടതി, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ ഈ ഭൂമി സർക്കാരിനാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സിവിൽ കോടതിയിലൂടെ കേസ് പറഞ്ഞ് ജയിച്ചോളൂ, ജയിച്ച് എടുത്തു. ഓപ്പൺ കേസായിട്ട് അവിടെ ആ വിധിയിൽ പറഞ്ഞു. ആ വിധിയിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇവർക്കാണ് ഇത് പൂർണ്ണ അവകാശം എന്നുള്ളത് അവിടെ ഇല്ലാതെ. സർക്കാരിനാണ് അവകാശം എന്നും കോടതി പറഞ്ഞില്ല. സർക്കാർക്ക് നിങ്ങൾ അത് സ്ഥാപിച്ചെടുത്തോളൂ എന്നാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. തെറ്റായ വിധി ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ബെഞ്ച് വിധി നേരെ ചൊവ്വേ ആ ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അങ്ങനെ ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു വിധി വന്നു. ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ഒറ്റ ഒരു സെന്റൻസിൽ SLP ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞിട്ട് തള്ളി സുപ്രീം കോടതി. സാധാരണ ചെറിയ ചെറിയ കേസുകളിൽ പോലും ലീവ് കൊടുത്തിട്ട് പിന്നെ അഡ്മിറ്റ് ചെയ്യാറാണ്. ഒരു സർക്കാരിന്റെ ഒരു 38,000 ഏക്കർ ഏറ്റെടുത്ത ഇത്രയും വലിയ വിധി, അതും ഒരു ബെഞ്ച് പറയുന്നു ശരിയാണ്, ഒരു ബെഞ്ച് പറയുന്നു അല്ല എന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി അത് അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ ഒറ്റ സെന്റൻസിൽ അത് ഒന്നും ഇല്ലാതാക്കി, എന്നിട്ട് ഡിസ്മിസ് ചെയ്തു. എന്നിട്ടും ഈ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽപ്പുണ്ട്. ഈ എല്ലാ കോടതിയിലും കേസുകൾ ഫയൽ ചെയ്തിട്ട് നിങ്ങൾ ഭൂമി തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ തലയിൽ അത് വന്നു. സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അപ്പോഴാണ് എങ്ങനെയെങ്കിലും ഇവരെ സഹായിക്കണം. അപ്പൊ മീറ്റിങ്ങുകളിലൊക്കെ കൂടുന്നത് ഇവർക്ക് ഏത് രീതിയിൽ ഈ സർക്കാരിന് ഈ പ്ലാന്റേഷൻ കമ്പനികളെ ഈ പറഞ്ഞ വ്യാജരേഖ ചമച്ച് കയ്യാളി എന്ന് പറയുന്ന ഈ ഭൂമിയിലെ തോട്ടമുടമകളെ ഏത് രീതിയിൽ അവരെ സഹായിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെയുള്ള മീറ്റിങ്ങുകളും നയപ്രഖ്യാപനങ്ങളും എല്ലാം. ആദ്യം പറഞ്ഞല്ലോ, ഈ നിയമവകുപ്പ് സെക്രട്ടറി പറയുന്നു ഇത് മൊത്തം തെറ്റാണെന്ന്. പിന്നെ വരുന്നു ഉത്തരവുകൾ, ഇവർക്ക് മരങ്ങൾ ഇഷ്ടം പോലെ വെട്ടാം, ഇവര് പ്ലാന്റേഷൻ ടാക്സേ അടയ്ക്കണ്ട, പിന്നെ സീനറേജ് സർക്കാരിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതാണ്. ഈ സർക്കാർ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ ഗ്രാൻഡായോ ലീസായോ കൊടുക്കുന്ന ഭൂമിയിൽ മരങ്ങൾ വെട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് അതിലെ കുറ്റിക്കാനം എന്ന് പറയും, സീനറേജ് സർക്കാരിന്റെ അവകാശം സ്ഥാപിക്കുന്ന ഒരു രാജാവിന്റെ കാലത്തുള്ള ടാക്സ് പോലത്തെ ഉള്ള ഒരു സംഭവമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ കുത്തക അവകാശമാണത്. അതുപോലും വേണ്ടെന്ന് വെച്ചു. സീനറേജേ അടയ്ക്കണ്ട. പിന്നെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ നയപ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത്, ഉത്തരവുകളൊക്കെ വരുന്നത്. ഇഷ്ടം പോലെ ഇവർ മരങ്ങൾ വെട്ടി, ഇഷ്ടം പോലെ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതൊക്കെ ചെയ്തു. പിന്നെയും ഇവർ രക്ഷപ്പെടുന്നില്ല. അവര് പിന്നെ എന്ത് ചെയ്തു, ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് കാണിച്ച് നികുതി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. കാരണം ഹൈക്കോടതി വിധിയെല്ലാം സർക്കാരിന് അനുകൂലമല്ല എന്നുള്ള രീതിയിൽ ഫയലുകളിലൊക്കെ എഴുതി നികുതി സ്വീകരിക്കാം എന്നവര് തീരുമാനമെടുത്തു. നികുതി സ്വീകരിക്കുന്നത് എപ്പോഴാണ്? ഈ ഭൂമിയിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ
എന്താ പറയാ, ഇതൊക്കെ മറച്ചു വെച്ച് ഇത്രയും രേഖകളും ഇത്രയും വസ്തുതകളും ഇത്രയും വിധി എല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇന്ന നികുതി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിലും ഒരു പ്രശ്നം അവർക്ക് വന്നു. കാരണം ഇവരുടെ പേരിലല്ല ഭൂമി, എല്ലാം ചത്തുപോയ വിദേശി കമ്പനികളുടെ തണ്ടപ്പേരുകളാണ്. അത് മാറ്റണം. അത് മാറ്റിയാലേ ഇവർക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യും? പിന്നെ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ സർക്കാർ ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞു, ഇത് സർക്കാർ ഭൂമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെയുള്ള കോടതികളിൽ പോണം, സൂട്ട് ഫയൽ ചെയ്യണം, അന്യായം ഫയൽ ചെയ്തിട്ട് സ്ഥാപിച്ചെടുക്കണം എന്ന് പറഞ്ഞ ആ സാഹചര്യം സർക്കാരിന് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ നികുതി സ്വീകരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. ഈ സർക്കാരിന് ഇപ്പോ ഈ സബ് കോടതിയിലും ബാക്കി താഴെയുള്ള കോടതികളിൽ പോയി സ്ഥാപിക്കേണ്ട ഒരു റൈറ്റ് ഇതിലുണ്ട് എന്നുള്ള രീതിയിൽ നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം എടുത്തു. അതും അവരെ രക്ഷപ്പെടുത്തിയില്ല. അത് അവർക്ക് ഒരിക്കലും ഈ കരങ്ങൾ രസീതുകളൊക്കെ കൊണ്ടുപോയി ഈട് വെക്കാൻ പറ്റില്ല. കാരണം അതിൽ കണ്ടീഷനൊക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള, സർക്കാർ ആയിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിലും അവർക്ക് അവരെ എത്രത്തോളം അവരെ സഹായിക്കാൻ ശ്രമിച്ചോ സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് സർക്കാർ പിന്നെ മുന്നോട്ട് പോയത്. ആ സമയത്താണ്, എന്നാൽ എളുപ്പമാർഗമുണ്ട്. ആദ്യം നമ്മൾ ഈ യോഹന്നാൻ വാങ്ങിയ ആ ഭൂമിയിൽ ഒരു നല്ല രീതിയിൽ ഒരു വിമാനത്താവളം സ്ഥാപിക്കുകയാണെങ്കിൽ, അവർക്ക് കാശ് കൊടുത്തിട്ട് ആ മൊത്തം ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഭൂമിക്കൊക്കെ ഒരു നിലനിൽപ്പ് വരും, ഒരു നിയമസാധുത വരും. അപ്പോ ഇവരൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞു പോവും. അപ്പോൾ ഒഴിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു നഷ്ടപരിഹാരം നൽകാം എന്നുള്ള ഒരു സ്ഥിതിഗതി സർക്കാരിന്റെ മുമ്പിൽ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും കാശ് കൊടുത്തിട്ട് ഇവർ ഒഴിയാൻ എന്നുള്ള ഒരു സാഹചര്യം അവിടെ അവർക്കൊരു ചെറിയൊരു അവകാശം ആ ഭൂമിയിൽ സ്ഥാപിച്ചു കൊടുക്കാം എന്നുള്ള എന്തോ ഒരു എന്താ പറയാ ഒരു കുബുദ്ധി എന്ന് പറയാം. അങ്ങനെയാണ് വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ള ഒരു ഒരു ഇതുമായിട്ട് പ്രൊപ്പോസലുമായിട്ട് വരുന്നത്. അതുമായിട്ട് മുന്നോട്ട് പോയി ഈ 2020 തുടങ്ങിയപ്പോ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അതിനെ പറ്റി എനിക്ക് കൂടുതൽ ഇപ്പൊ പറയാൻ സമയവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഭൂമി തർക്കഭൂമി എന്ന നിലയിലാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അങ്ങനെ ആർക്കാ തർക്കം? സർക്കാർ. ഇപ്പൊ എനിക്കൊരു ഭൂമിയുണ്ട്, എനിക്കത് ഈട് വെക്കണമെങ്കിൽ ഇത് തർക്കഭൂമിയാണ്. എന്റെ ഒരു നെയ്ബർ പറയുന്നു അതിൽ ചെറിയ ഒരു ഇത് മറ്റേ ബോർഡറിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറയുമോ എന്റെ ഈ ആധാരം മൊത്തം ശരിയല്ല, ഈ കരം ഇതൊക്കെ ഒരു തർക്കമുണ്ട് ഇത് നെയ്ബറായിട്ട്, അതുകൊണ്ട് എനിക്ക് ഈട് തരണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നല്ല രേഖയുള്ള എനിക്ക് ഭൂമിയുണ്ട്, അത് എന്റെ ഭൂമിയാണ് എന്ന് പിന്നെ കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ ഞാൻ ആ രീതിയിലല്ലേ പോവുള്ളൂ. അതായത് എന്റെ നെയ്ബറായിട്ട് തർക്കമുണ്ട്, ഇത് തർക്കഭൂമിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആര് വാങ്ങും? ആ രീതിയിലാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. ഇന്നും ആ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് തർക്കഭൂമിയാണ്, ഇതിന് നഷ്ടപരിഹാരം നൽകാൻ വകുപ്പുണ്ട്. ആ നഷ്ടപരിഹാരം നമുക്ക് ഒരു കാര്യം ചെയ്യാം, കോടതികളിൽ കേസ് ഉണ്ടല്ലോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു 1000 കോടിയെങ്കിലും ഉണ്ടാവും. കാരണം 2263 ഏക്കറാണ് ഏറ്റെടുക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഈ ശബരിമല വിമാനത്താവളത്തിൽ. അങ്ങനെ ഒരു എന്താ പറയാ ഒരു അട്ടിമറി എന്ന് പറയാൻ വേണമെങ്കിൽ ആ രീതിയിലെങ്കിലും നമുക്ക് ഇവരെ സഹായിക്കാം. ഈ 5.5 ലക്ഷം ഏക്കർ കൈയാളുന്ന ഈ വിദേശി കമ്പനികളെ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, അതിന്റെ ഒരു വ്യഗ്രതയും അകമഴിഞ്ഞ് സഹായിക്കാനുള്ള നയപ്രഖ്യാപനങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യവും നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മൾ തോട്ടം തൊഴിലാളികൾ ഒരു ലയങ്ങളില് അവർ ജന്തുക്കളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നല്ല വിഭാഗം അധകൃതരായിട്ടുള്ള ജനങ്ങള്, ഭൂരഹിതര്, ഭൂമി ഇല്ലാത്തവര്, അവർക്ക് ഒന്നിനും വകുപ്പില്ല. പിന്നെ നമ്മുടെ പ്രളയം, അതും നല്ല രീതിയിൽ നമ്മൾ ജനങ്ങളെ നല്ല രീതിയിൽ
എന്താ ഇങ്ങനെ തള്ളിയിരിക്കുക. നല്ല ജീവിത നിലവാരം പുലർത്തിയവർക്ക് പോലും നല്ല ജീവിതം ഇപ്പൊ ഇല്ല. പോരാത്തതിന് ടു ആഡ് ഇൻസൾട്ട് ടു ദ ഇഞ്ചുറി എന്ന് പറയുന്ന പോലെ ഈ കോവിഡും കൂടി വന്നു. നമ്മളെ എത്ര ബിസിനസ്സുകാരൊക്കെ നിത്യജീവിതത്തിന് പോലും വകുപ്പില്ലാത്ത രീതിയിലാണ് ഇപ്പൊ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല എന്താ പറയുക, നമ്മൾ ദുരിതങ്ങളുടെ ലയത്തിലേക്ക് ഇങ്ങനെ വിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫ്രോഡ് രീതിയിലൂടെ ഭൂമി കൈയാളുന്ന ഈ വിദേശി കുത്തകകളെ, ഈ വമ്പൻ കമ്പനികളെ സഹായിക്കുന്ന രീതിയിൽ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നയങ്ങൾ നമ്മൾ അംഗീകരിക്കണോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജനങ്ങൾ ഇവിടെ എന്താ പറ ദുബായിൽ നിന്നും അവരും ഒക്കെ വന്ന് ഇവിടെ അനുഭവിക്കുന്നത്. അവർക്കൊക്കെ ഒരു നല്ല ഇത് വേണ്ടേ, ലൈവ്ലിഹുഡ് വേണ്ടേ, അവർക്ക് നല്ല ജീവിതം വേണ്ടേ? ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്, സർക്കാർ ഭൂമി എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് അല്ല, ഇത് തർക്ക ഭൂമിയാണ്, അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാ മതിയോ? ഇത് എല്ലാവർക്കും പൊതുസമ്പത്താണ്, എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂമിയാണ്. നമ്മുടെ ഭൂമി, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണിത്. ഈ ലണ്ടനിൽ കുടിയിരിക്കുന്ന വിദേശികൾക്ക് അവകാശം ഉണ്ട് എന്ന് ഇപ്പൊ നയപ്രഖ്യാപനങ്ങൾ വരുമ്പോ എന്ത് പറയണം? നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഈ പ്രശ്നത്തെ കാണണം? ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ ഇപ്പോ എല്ലാ ഓഫീസുകളിലും ലഭ്യമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ കബളിപ്പിക്കപ്പെട്ടു, ഏത് രീതിയിൽ നമ്മൾ ഈ മൊത്തം ഈ തോട്ടമുടമകൾ നമ്മളെ വഞ്ചിച്ചു, ഏത് രീതിയിൽ അവര് കൈയാളി, ഭൂമിയെല്ലാം കൈയാളി, ഏതൊക്കെയാണ് അവരുടെ സ്വാധീനം അവര് നടത്തി. സ്വാധീനമില്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭരണാധികാരികളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മെയിൻ മീഡിയക്കാര്, അവർക്കും അവരുടെ അസ്തിത്വമുണ്ട് അവിടെ. അവരും ഒന്നും പറയില്ല. ടാറ്റ എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല, ഹാരിസൺ ഒന്നും പറയില്ല. ഒരു നല്ല രീതിയിലുള്ള ഒരു ന്യൂസ് ഇത് കൊണ്ടുപോകണം, ഇതിന്റെ ഈ സത്യങ്ങളൊന്നും വെളിച്ചത്ത് വരില്ല. അങ്ങനെയാണ് ഇവരുടെ എല്ലാ മാനേജ്മെന്റും. അപ്പൊ ആ മാനേജ്മെന്റിന്റെ ബലത്തിലാണ് ഈ കഴിഞ്ഞ 70 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഫെറ നിയമങ്ങൾ വന്നു, എല്ലാ നിയമങ്ങളും വന്നു, എല്ലാം കാറ്റിൽ പറത്തിയാണ് ഇവര് ഇന്നും കേരളത്തിൽ ഭൂമി കൈയാളുന്നത്. അവർക്ക് ഓരോ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഉണ്ട്, ഭൂപരിധിയുണ്ട്, ഒന്നും അവർക്ക് ബാധകമല്ല. അവർ തിരിഞ്ഞാരും നോക്കൂല. ആ ഭൂമിക്കകത്ത് എത്ര ഭൂമിയുണ്ട് അളന്നു നോക്കിയിട്ടില്ല. എല്ലാ രേഖകളും ലണ്ടനില് പ്രിന്റ് ചെയ്ത് വളരെ ക്രിയാത്മകമായി പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന രേഖകളാണ്. ആരും അത് തൊടൂല. അത് ആധികാരികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ് എല്ലാ അധികാരികളും എല്ലായിടത്തും. ഒന്ന് നോക്കാൻ പോലും പേടിയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള സാഹചര്യത്തില് ഞാൻ അവിടെ ഭൂമി കേസുകൾ നടത്തിയപ്പോ ഒരു 45 ക്രിമിനൽ കേസുകൾ ഈ മൊത്തം തോട്ടമുടമകളുടെ പേരിൽ ക്രൈം ബ്രാഞ്ച് ഫയൽ ചെയ്തു. ഉടനീളം, കേരളത്തിൽ ഉടനീളം അത് ഇന്നും ഉണ്ട്. ആ ക്രൈം ബ്രാഞ്ച് കേസുകളിലെ വകുപ്പുകൾ എന്താണെന്ന് വെച്ചാൽ ഇവര് വ്യാജരേഖ ചമച്ച് സർക്കാർ ഭൂമി കയ്യേറി എന്നുള്ള സിമ്പിൾ ഇത് വെച്ചിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ രേഖ, ആ FIR ഒക്കെ ടാറ്റയ്ക്കെതിരെ ഉണ്ട്, 9 എണ്ണം ഉണ്ട്. ഹാരിസൺ മലയാളത്തിന് എതിരെയുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഗോസ്പൽ ഫോർ ഏഷ്യക്കെതിരെ ഉണ്ട്. എല്ലാ എസ്റ്റേറ്റ് മുതലാളിമാരുടെ പേരിൽ ഈ 45 ക്രിമിനൽ കേസുകൾ ആ കാലയളവിൽ ക്രൈം ബ്രാഞ്ച് പോലീസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ ഇവരുടെ രേഖകളൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതൊരു എന്താ പറയാ, ഒരു വ്യാജരേഖ എന്നൊക്കെ പറയുന്നത് ഒരു തൊണ്ടി മുതലാണത്.
തൊണ്ടിയാണത്. കാരണം ഇവർ ചെയ്തു, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇവര് കള്ളത്തരം കാണിച്ചു എന്നൊക്കെ കാണിക്കാനുള്ള ഒരു പ്രൂഫാണത്, തെളിവാണ്. അതൊക്കെ ഇപ്പോ കസ്റ്റഡിയിലുണ്ട് ചില ആധാരങ്ങൾ. ഇത്രയും ഉണ്ടായിട്ടും പിന്നെ ഈ ഭൂമി മൊത്തം വിറ്റത്, ചെറുവള്ളി എസ്റ്റേറ്റ് വിറ്റത് ഇതുപോലെ സർക്കാരിന് നഷ്ടം വരുത്തി എന്ന് പറഞ്ഞ് ചെറുവള്ളി ബോയ്സ് അമ്പനാട് എന്നുള്ള ഒരു വിജിലൻസ് എൻക്വയറി അന്ന് ഓർഡർ ചെയ്തു. ആ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോ അതിന്റെ ബലത്തിൽ ഡിവൈഎസ്പി വിജിലൻസ് നന്ദനൻ പിള്ള ഒരു നല്ല രീതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു വിജിലൻസ് മുമ്പാകെ. അത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഈ പറഞ്ഞ നമ്മള് രാജമാണിക്യം പറഞ്ഞതും ബാക്കിയുള്ള കമ്മീഷൻ കണ്ടെത്തലുകളും ഒക്കെ പിന്നെയും വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന കണ്ടെത്തലുകളുടെ ബലത്തിലാണ് ഡിവൈഎസ്പി നന്ദനം പിള്ളയുടെ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാം ഇപ്പോ എല്ലായിടത്തും അത് അവൈലബിൾ ആണ്. പോലീസ് ആസ്ഥാനങ്ങളിലും വിജിലൻസ് ആസ്ഥാനങ്ങളിലും പിന്നെ സ്പെഷ്യൽ ഓഫീസ് ഈ രാജമാണിക്യത്തിന്റെ ഓഫീസിലും സർക്കാർ ഓഫീസുകളിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം ഈ വ്യാജമായിട്ട് ഇങ്ങനെ ഭൂമി കയ്യാളിയിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബലത്തിൽ വിജിലൻസ് കേസ് വരെ ഫയൽ ചെയ്തു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. FIR അവർ ക്വാഷ് ചെയ്യണമെന്ന് ഹൈക്കോടതിയിൽ വന്നു. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. ആ FIR നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധിച്ചു. അവര് അതിനെതിരെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയും അവർക്ക് നിലനിൽപ്പുണ്ടായില്ല. അപ്പൊ FIR ഇന്നും എലൈവ് ആണ്. ആ വിജിലൻസ് റിപ്പോർട്ട്, വിജിലൻസ് ചാർജ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഈയിടെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അത് പിന്നെയും പിന്നെയും അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അതില്ലാതെ നോക്കുന്നത് നല്ല രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ കണ്ടെത്തലുകളൊക്കെ എല്ലാവരും മനസ്സിൽ വെച്ച് കഴിഞ്ഞാല് പിന്നെയുള്ള നടപടിക്രമങ്ങൾ, കാരണം ഒരു 2016 തന്നെ രാജമാണിക്യം ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തു, ഈ ഭൂമി മൊത്തം നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കണം എന്ന്. കാരണം പിന്നെ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് വരെ വന്നു, അവർക്ക് ഒരു തുണ്ട് ഭൂമി, ഈ ഹാരിസൺ മലയാളത്തിന്റെ ഒരു തുണ്ട് ഭൂമി ഈ കേരള സംസ്ഥാനത്ത് അവർക്കില്ല എന്ന് വരെ അവർ എഴുതി. അവർ തന്നെ സമ്മതിച്ചു. അവർ തന്നെ സമ്മതിച്ച ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അവർക്ക് ഭൂമി ഇല്ലാന്ന്. അവർക്ക് ഇല്ലാത്ത കേസ് പിന്നെ എന്തിനാണ് ഈ സർക്കാർ കൊണ്ട് നടക്കണേ? അത് തർക്കഭൂമിയാണെന്നും പറഞ്ഞു. ഒരു വിചിത്രമാണ് ഇവിടെ നടക്കുന്നത്. വിചിത്ര നടപടികളും വിചിത്ര നയങ്ങളുമാണ് എടുക്കുന്നത്. ഇത് ആരും ജനങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷമായിട്ട് ഇവർക്ക് വേണ്ടി ഈ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം അവൈലബിൾ ആണ്. എല്ലാ രേഖകളും നിങ്ങൾ തേടിയാല് അവൈലബിൾ ആണ്. അതേപോലെ 1976 പച്ച മനുഷ്യർക്ക് കൊടുക്കാനുള്ള പട്ടയങ്ങളാണ് ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം കുടിയാന്മാർക്ക് കൊടുക്കാനാണ്. അതിനു വേണ്ടിയാണ് ലാൻഡ് റിഫോം, ഈ വലിയ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഭൂമി സംബന്ധിച്ച ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അത് പ്രകാരം ജന്മികളുടെ ഭൂമി എല്ലാം ഏറ്റെടുത്തു. എന്നിട്ട് അതിലിരിക്കുന്ന ജോലി ചെയ്യുന്ന പാവപ്പെട്ട കർഷകർക്കും കുടിയാന്മാർക്കും ഒക്കെ ഭൂമി പതിച്ചു കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ലാൻഡ് ട്രൈബ്യൂണലിന് അതിന് സ്വയം സുവമോട്ടോ സ്വയം ഇങ്ങനെ ഭൂമി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമായി കൺസിഡർ ചെയ്തിട്ട് മിച്ച ഭൂമിയൊക്കെ സർക്കാരിൽ വന്ന് അത് പതിച്ചു കൊടുത്ത് പട്ടയം കൊടുത്തിട്ട് അതിലെ കുടിയിരിക്കുന്ന കുടിയാന്മാർക്ക് പതിച്ചു കൊടുക്കാനാണ് പട്ടയങ്ങളും ഈ നടപടിക്രമങ്ങളും നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ ലാൻഡ് റിഫോംസ് ആക്ടിൽ. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് 1976 ഈ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ തന്നെ ഒരു രേഖയുണ്ട്. കുടിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലണ്ടനിൽ ഇരിക്കുന്ന ഒരു അഡ്രസ്സും ഇല്ലാത്ത ഈ ഫോറിൻ കമ്പനി, വിദേശി കമ്പനി. ഇത് പച്ച മനുഷ്യർക്ക് കൊടുക്കുന്ന
1 ഏക്കർ 10 സെന്റ് 12 സെന്റ് എന്ന രീതിയിൽ കൊടുക്കുന്ന പട്ടയങ്ങളാണ് കുടിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. നോക്കിയപ്പോ എന്താ 763 ഏക്കർ മണിമല എരുമേലി വില്ലേജിൽ വ്യാപിച്ച് കിടക്കുന്ന 763 ഏക്കർ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വിദേശി കമ്പനിക്ക് പതിച്ചു കൊടുത്തിരിക്കുക, ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കൊടുത്തിരിക്കുക ലാൻഡ് ട്രൈബ്യൂണൽ. എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഞാൻ ആ പട്ടയം എന്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ എലുകകൾ, സാധാരണ ഒരു ചെറിയൊരു തുണ്ട് ഭൂമിക്ക് ബോർഡർ ഉണ്ടാവും, എന്നാലും നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ രീതിയിലുള്ള സ്കെച്ച് ഉണ്ടാവും. സൗത്ത് ഇന്ന ബൗണ്ടറിയാണ്, നോർത്ത് ഇന്ന ബൗണ്ടറിയാണ്, ഇന്ന ആളുടെ സ്ഥലമാണ്, ഇന്ന ആളുടെ സ്ഥലമാണ് എന്നുള്ള ബൗണ്ടറി വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ ഡിഫൈൻ ചെയ്താലേ ഒരു ഭൂമി ആക്കാൻ പറ്റുള്ളൂ. അതിൻ്റെതായ എല്ലാ സ്കെച്ചും എല്ലാ ആധികാരികമായ രേഖകളും ഉണ്ടാവണം. എന്നാൽ നമ്മൾ എന്തോരം ചക്രശ്വാസം വലിക്കണം. ഒരു സെന്റ് ഭൂമി നമ്മൾ കൈമാറണം, നമുക്ക് വാങ്ങണമെങ്കിൽ അതുപോലുള്ള സ്റ്റാമ്പ് പേപ്പർ വേണം, അത് രജിസ്റ്റർ ചെയ്യണം. അതിൽ രജിസ്റ്റർ ചെയ്ത എല്ലാം എക്സിക്യൂഷൻ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എന്ത് വന്നാലും എല്ലാ നടപടികളും നല്ല രീതിയിൽ ഉണ്ടാവണം. ആധാരങ്ങൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആധാരം പിന്നെ കൈയാളാനും ക്രയവിക്രയം ചെയ്യാനും പിന്നെ ഈട് വെക്കാനും ഒക്കെ പറ്റുള്ളൂ, ഒരു സെന്റ് സ്ഥലമാണെങ്കിലും. പക്ഷെ ഇതങ്ങനെയല്ല. പട്ടയം, ഉടമസ്ഥാവകാശം ആർക്കാ? വിദേശിക്ക്. 76 പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഭൂമിയിലെ കുടിയാൻ. ഈ ഭൂമിയിലെ കുടിയാൻ എന്ന നിലയിൽ 763 ഏക്കർ ഞങ്ങൾ പതിച്ചു നൽകുന്നു. എന്നിട്ട് എലുകകൾ എന്താ? ഒന്നുമില്ല, ഡ്രൈ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുടിയാൻ ആരാ? വിദേശി. നമ്മളെ ഈ തമാശ രൂപേണ പറയട്ടെ, നമ്മുടെ ഈ നമുക്കൊരു ചരിത്രമുണ്ടല്ലോ. ഒരു ചെറിയ മഴ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് പരശുരാമൻ മൊത്തം കേരളം അളന്നെടുത്തത് എന്നുള്ള. ഈ സമുദ്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ അളന്നെടുത്തു, അങ്ങനെ കേരള പിറവി വന്നു എന്നുള്ള ഒരു കുഞ്ഞ് ഒരു മഴുവാണ് അതിന് ഉപയോഗിച്ചത്. അതുപോലെയാണ് നമ്മുടെ വാമനൻ കുഞ്ഞൊരു പയ്യനായിട്ട് വന്ന് ഈ മഹാബലിയുടെ മൊത്തം ഭൂമിയും അളന്നെടുത്തു, ഭൂഖണ്ഡം അളന്നെടുത്തു, 2 പാദങ്ങളും. അതും പോരാഞ്ഞിട്ടാണ് പിന്നെ രാജാവിന്റെ തലയിൽ വന്ന് ആ മൊത്തം ആ ചരിത്രവും നമുക്കുണ്ട്, നമ്മൾ ആഘോഷിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള വാമന ഭഗവാനും പരശുരാമൻ ഭഗവാനെയും കടത്തിവെട്ടിയാണ് ലണ്ടനിൽ ഇരിക്കുന്ന വിദേശി കമ്പനി മൊത്തം ഈ എരുമേലി ഈ പറഞ്ഞ ഈ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി കുടിയാൻ എന്ന നിലയിൽ കൈയടക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഭഗവാന്മാരെ എല്ലാം കടത്തിവെട്ടി. കാരണം എലുകകളില്ല. ഡ്രൈ ലാൻഡ് എന്താ? ആകാശമാണോ കടലാണോ എന്താണെന്ന് ഒന്നും ക്ലിയർ അല്ല. ഡ്രൈ ലാൻഡ് ഇങ്ങനെ വിസ്തൃതി ഒന്നും ഇല്ലാത്തൊരു ഭൂമി, ബൗണ്ടറി ഇല്ലാത്ത ഭൂമി. 763 ഏക്കർ വിദേശിക്ക് പട്ടയം. ഈ കേരളത്തിലല്ലാതെ, പ്രബുദ്ധ കേരളമാണല്ലോ നമ്മുടെ, ഈ കേരളത്തിൽ നടക്കൂ? ഇതുപോലെയുള്ള നമ്മള് വളരെ പ്രബുദ്ധരായ വിപ്ലവകാരികളായ ആൾക്കാരൊക്കെ ഉള്ള ഈ ചെറിയ സംസ്ഥാനത്താണ് ഇതൊക്കെ നടന്നിരിക്കണെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് നാണക്കേടാ. നമ്മള് ഇപ്പൊ ഇത് 76 നടന്നു, അറിയണത് നമ്മള് 2011 എത്ര അവര് തിന്നു, എത്ര അത് വിഴുങ്ങി, എത്ര അവര് സമ്പത്ത് എന്തൊക്കെ ചെയ്തു, ആർക്കും കൈയാളുന്നു, ഭൂമി വിൽക്കുന്നു. അതില് ഈ കോസ്റ്റൽ ഫോറസ്റ്റ് അവർ ശരിക്കും പറഞ്ഞാൽ അവർ കബളിപ്പിക്കപ്പെട്ടതാണ്. ഈ KP യോഹന്നാന്റെ ആ ട്രസ്റ്റ് കാരണം ഇവരൊക്കെ എല്ലാം വിശ്വസിക്കും. ഇവർ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണെന്നുള്ള ആ ബ്രിട്ടീഷുകാരുടെ ആ വിധേയത്വം നമ്മൾ എന്നും മനസ്സിൽ വെക്കും. ടാറ്റ അവർ എന്നും നല്ല ഗുഡ് വില്ലും നല്ല രീതിയിൽ ഈ ബിസിനസ് നടത്തുന്ന ഏതോ ഒരു വലിയ സാമ്രാജ്യം അവർ പടുത്തുയർത്തിയിട്ടുണ്ട്. വെറുതെ ആവില്ല, നല്ല രീതിയിൽ അവർ ചെയ്യുന്നതാണെന്നുള്ള ആ ഒരു മാനസിക നമ്മുടെ വിധേയത്വം എന്ന് പറയാം. അതും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇന്നും ഒരിക്കലും നമുക്ക് അവരെ വേറെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഹാരിസൺ മലയാളം നല്ല രീതിയിൽ തോട്ടങ്ങൾ നടത്തുന്നവരാണ്, തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നവരാണ്. എങ്ങനെ നമുക്ക് ആ ഭൂമി എടുക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ഒരു മനസ്ഥിതി നമ്മുടെ ഡീപ്പ് സൈക്കിളുണ്ട്, എല്ലാവരുടെയും സൈക്കിളുണ്ട്. നമ്മൾ ഈ വലിയ വിപ്ലവങ്ങളൊക്കെ പറഞ്ഞതൊക്കെ വെറുതെയാണ്, ജലരേഖയാണത്.
പക്ഷെ ഈ വിധേയത്വം വരുമ്പോ നമ്മൾ അവരുടെ മുമ്പിൽ വാല് ചുരുട്ടും. നമ്മൾ വലിയ കേരളം എന്ന് കേട്ടാൽ തുടിക്കും ചോര ഞരമ്പുകളിൽ നിന്നൊക്കെ പറഞ്ഞ് ഒക്കെ വരും. പക്ഷെ ഇവരുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ വാല് ചുരുട്ടും. നമ്മൾ ജസ്റ്റ് വിധേയന്മാരായിട്ട് ഇങ്ങനെ നിൽക്കും. നമുക്ക് പിന്നെ അവരോടൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇന്നും നമ്മൾ തുടരുന്നത്. ഇത്രയും സത്യങ്ങൾ വന്നു, 2004 മുതൽ സത്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. പത്രങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല. ഭരണാധികാരികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അവർക്ക് അർഹപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും സംസാരം. എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നത്. നിജസ്ഥിതി ആർക്കും അറിഞ്ഞൂടാ. ഫസ്റ്റ് ഈസ് ഈ നമ്മള് ആനയെ അളക്കുന്ന പോലെയാണ് കുരുടന്മാര്. ഒരുത്തനും ഒരു രീതിയിലും, കാരണം ഈ സത്യങ്ങൾ ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു, എങ്ങനെ നമ്മുടെ ജനങ്ങൾ ഈ പാവങ്ങളെയൊക്കെ ഇങ്ങനെ വഞ്ചിച്ച് ഇവർ ഇങ്ങനെ ഭൂമി കൈയാളുന്നു എന്നുള്ള നഗ്ന സത്യം ഇത്രയും പുറത്തു വന്നിട്ട് 2004 മുതൽ 2020 വന്നു. ഇന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെയും സർക്കാർ അവരെ സഹായിക്കാൻ വേണ്ടി വ്യഗ്രത കാട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് 3.5 കോടി ജനങ്ങള് ഇപ്പൊ നിങ്ങൾ ഒരു 50 പേര് ചില പറഞ്ഞിട്ടുണ്ടാവും. ഇത് ആരും അറിയണില്ല. പിന്നെ ടാറ്റയുടെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കഥയാണ്. അത് മഹാ തട്ടിപ്പിന്റെ കഥയാണ്. ഭൂമി മൊത്തം കൈയാളിയിരിക്കുന്നത് രാജ്ഞിയുടെ പേരില 1977. ആ ഡോക്യുമെന്റ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാല് നമ്മൾ നെഞ്ചു പൊട്ടിപ്പോവും. എത്രത്തോളം നമ്മളെ ഇങ്ങനെ നമ്മുടെ പാവങ്ങളെയൊക്കെ നമ്മള് ഈ വലിയ കമ്പനി വ്യാജരേഖയിലൂടെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സത്യമുണ്ടല്ലോ, അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസാക്ഷി പോലും നമ്മൾ കരഞ്ഞു പോകും. അത്രത്തോളം വ്യാജമായിട്ട് ഇവര് സമ്പത്ത് മൊത്തം വിദേശികളുമായിട്ട് പങ്കിട്ടിട്ടാണ് ഇവർ ചെയ്യണത്. നമ്മൾ പിന്നെ എന്തിനാണ് ഈ സ്വാതന്ത്ര്യം? ഈ ഭൂമിയിൽ അവർക്ക് അവകാശം എന്തിനു കൊടുക്കണം ഈ വിദേശികൾക്ക്? ഞാൻ ചോദിക്കട്ടെ, ഇതേ രീതിയിൽ ആ രാജ്ഞിയുടെ രാജ്യത്ത് നടക്കും ഒരു സെന്റ് സ്ഥലം ഏതെങ്കിലും ഒരു നമ്മുടെ ഇന്ത്യക്കാരൻ അവിടെ ഇതുപോലെ വ്യാജരൊക്കെ ചമച്ച് ഭൂമി ഒക്കെ കൈയാളി ഇങ്ങനെ ഞാനാണ് ഇവിടുത്തെ അധിപൻ എന്ന് പറഞ്ഞാല് നേരെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും. അവർക്ക് നല്ല നിയമങ്ങളുണ്ട്. ഒരുത്തൻ പോലും സ്വപ്നം പോലും കാണണ്ട ആ രാജ്യങ്ങളില്, അമേരിക്കയിലോ ലണ്ടനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തോ. ഇവിടെ എന്തും നടക്കാം. ഇവിടെ ആരും ചോദിക്കില്ല. കാരണം ആ പ്രീ ഇൻഡിപെൻഡൻസ് ഇറയിലെ ആ കൊളോണിയൽ ഇതൊക്കെ നമ്മൾ ഇന്നും ആ സൈക്ക് നമ്മൾ പുലർത്തിക്കൊണ്ടു പോവുക. അതൊക്കെ മാറ്റാനുള്ള സമയമായി. നമ്മൾ ഇത്രയും പ്രബുദ്ധരാണ്, നമ്മൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എല്ലാം നമ്മുടെ കൈവിരലുകളുടെ തുമ്പത്തുണ്ട്. ഇനിയും നമ്മൾ ഈ രീതിയിൽ ഈ പാവങ്ങളെ ഇങ്ങനെ ലയങ്ങളിൽ തള്ളി ജീവിതം വേണമെന്ന ആഗ്രഹമുണ്ടോ? മാറ്റങ്ങൾ വരണ്ടേ? അതൊക്കെ ഇനി ചിന്തിക്കാനുള്ള നമ്മുടെ നല്ല രീതിയിലുള്ള യുവജനതയുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുന്ന, ഈ കറപ്ഷൻ ഒന്നും പാടില്ല, നല്ല സത്യസന്ധതയോടെ ജീവിക്കണം. നമ്മുടെ സഹോദരങ്ങള്, ഈ പാവപ്പെട്ട ദരിദ്രര് എല്ലാം നല്ല രീതിയിൽ അവർക്ക് ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്ന യുവജനത ഇല്ല എന്നുണ്ടോ? 100% നമ്മുടെ യൂത്ത്സ്, നമ്മുടെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നവരാണ്. 100% ഞാൻ പറയാം. കറപ്ഷൻ വേണ്ട, നല്ല രീതിയിൽ നല്ല സാമൂഹ്യ നീതി, എല്ലാ സഹോദരങ്ങളും നമ്മൾ ഒന്നാണ്. നമുക്ക് അവർക്കും നല്ല രീതിയിൽ ജീവിതം വേണം. തോട്ടം തൊഴിലാളികൾക്കാവട്ടെ ഭൂരഹിതർക്കാവട്ടെ ജീവിത നിലവാരം നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മൊത്തം. ആ ചിന്താഗതി നമുക്കിനി വളർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ എന്താ പറയാ അവെയർ ചെയ്യണം. ഇറ്റ്സ് എ സോഷ്യൽ അവയർനെസ് ദാറ്റ് ഇസ് നീഡഡ്. മാറ്റങ്ങൾക്ക് നിയമനിർമ്മാണം വളരെ ഈസിയാണ്. കാരണം ഇവരുടെ മൊത്തം തട്ടിപ്പുള്ള ഭൂമി ഇനി ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും സർക്കാർ? അവർക്കും
അതിൽ നിലനിൽപ്പുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് ഏറ്റെടുത്തേ മതിയാവും. പിന്നെയുള്ള ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്. നിയമനിർമ്മാണം വളരെ ഈസിയാണ്, ഉള്ള കാര്യം ഞാൻ പറയാം, വളരെ ഈസിയാണ്. ഈ ഭൂമി മൊത്തം ഏറ്റെടുക്കാനുള്ള എല്ലാ പവറും സാമാജികർക്കുണ്ട്, നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്, കേരള എക്സിക്യൂട്ടീവിനുണ്ട്. ഓർഡിനൻസ് വഴി ഏറ്റെടുക്കാം, പിന്നെ ആക്ട് വഴി ഏറ്റെടുക്കാം. എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും നല്ല സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഏറ്റെടുക്കാതെ നമ്മൾ കയ്യും കെട്ടിയിരുന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് ഭൂമി നൽകാനും, ഭൂമി അവർക്ക് ഏത് രീതിയിൽ അത് ആ വിഭവങ്ങളൊക്കെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എത്രയോ നമ്മുടെ ദുരിതം അനുഭവിക്കുന്നുണ്ട്, ഭൂരഹിതരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രളയത്തിന്റെ ആ ആഘാതത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഭൂമി നൽകാനുള്ള ഇഷ്ടം പോലെയുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. വേണമെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, തോട്ടം തൊഴിലാളികൾക്കൊക്കെ അതിൽ അവകാശം കൊടുത്ത് സൊസൈറ്റികൾ രൂപീകരിക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാം. അവർക്ക് അതിന്റെ നമ്മൾ ഇപ്പോൾ കുടുംബശ്രീ പോലെയുള്ള എത്രയോ സംരംഭങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സ്ത്രീകൾക്കൊക്കെ ഭൂമി കൊടുത്തിട്ട് അവർക്ക് അവർ കൊയ്യുന്ന ആ വിളകൾ അവർക്കും കൂടി അവകാശമുണ്ട്, ആ ഭൂമിയിലും അവകാശമുണ്ട്, പ്രോഫിറ്റിലും അവകാശമുണ്ടെന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം വരുത്താൻ വലിയ പ്രയാസമില്ല. അതൊരു നല്ല രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമായിരിക്കും. പിന്നെ ഭൂമി പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞ നമ്പർ 1 കേരളം എന്ന് നമ്മൾ ഇന്ന് എന്താ പറയാ, ഒരു വലിയ രീതിയിൽ നമ്മൾ പറയുന്ന ആ സത്യം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇത് സഫലീകരിക്കട്ടെ എന്നുള്ള നല്ലൊരു ആഗ്രഹവും കൂടി ഞാൻ നിങ്ങളെ അറിയിച്ച് ഇത് നിർത്തുന്നു. ബാക്കിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.